പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ കുട്ടികൾക്ക് ധാരാളം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നവരുമാണ്. എന്നാൽ നാം ഐസ്ക്രീം എന്ന് ധരിച്ച് വാങ്ങുന്നവയെല്ലാം ഐസ്ക്രീം ആയിക്കൊള്ളണമെന്നില്ല. മിക്കപ്പോഴും അവ ഫ്രോസൺ ഡെസേർട്ടുകളായിരിക്കും. എന്താണ് ഈ ഐസ്ക്രീമും ഫ്രോസൺ ഡെസേർട്ടും തമ്മിലുള്ള വ്യത്യാസം? ഐസ്ക്രീമിൽ പാലും മിൽക്ക് ഫാറ്റുമാണ് പ്രധാന ചേരുവയെങ്കിൽ ഫ്രോസൺ ഡെസേർട്ടിൽ അത് പാം ഓയിൽ, പാം കെർണൽ ഓയിൽ തുടങ്ങിയ വെജിറ്റബിൾ ഓയിലുകളോ വനസ്പതി പോലെയുള്ള വെജിറ്റബിൾ ഫാറ്റുകളോ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ലാബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം ഫ്രോസൺ ഡെസേർട്ടിന്റെ ലാബലിന് മുകളിൽ നിർബന്ധമായും അതിലെ ഇൻഗ്രീഡിയൻസിന് പുറമെ ഫ്രോസൺ ഡെസേർട്ട് കണ്ടെയ്ൻ വെജിറ്റബിൾ ഓയിൽ ഓർ വെജിറ്റബിൾ ഫാറ്റ് എന്ന ഡിക്ലറേഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികൾക്ക് ഐസ്ക്രീം തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം എങ്ങനെയാണ് ഐസ്ക്രീമും ഫ്രോസൺ ഡെസേർട്ടും തിരിച്ചറിയുക? ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് ഓരോ ഭക്ഷ്യവസ്തുവിന്റെയും ലേബലിന് മുകളിൽ നിർബന്ധമായും ആ ഭക്ഷ്യവസ്തുവിന്റെ പേര് കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഐസ്ക്രീമിന് മുകളിൽ ഐസ്ക്രീം എന്നും ഫ്രോസൺ ഡെസേർട്ടിന്റെ ലേബലിൽ ഫ്രോസൺ ഡെസേർട്ട് എന്നും കൃത്യമായി കാണിച്ചിരിക്കണം. നാം ഏതൊരു ഭക്ഷ്യവസ്തു വാങ്ങുമ്പോഴും ആ ഭക്ഷ്യവസ്തുവിന്റെ ലേബൽ ഒരു നിമിഷം നോക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പാം ഓയിലും പാം കെർണൽ ഓയിലും കൊണ്ട് നിർമ്മിക്കുന്ന ഫ്രോസൺ ഡെസേർട്ടിന് പകരം നമുക്ക് ഐസ്ക്രീം തന്നെ തിരിച്ചറിഞ്ഞു വാങ്ങാൻ കഴിയും. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.